Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Let's start. നമുക്കിന്ന് റീഡിംഗ് പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ എങ്ങനെ ആൻസറിലോട്ട് എത്താമെന്ന് നോക്കാം. ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് വാസ് ദ പ്രോബ്ലം വിത്ത് ഇൻക്ലൂഡിങ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ഡെയിലി റൗണ്ട്സ്? അപ്പം അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് വാസ് ദ പ്രോബ്ലം, എന്തായിരുന്നു പ്രോബ്ലം അല്ലേ? വാട്ട് വാസ് ദ പ്രോബ്ലം വിത്ത് ഇൻക്ലൂഡിങ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ഡെയിലി റൗണ്ട്സ്? എന്ത് പ്രോബ്ലം കൊണ്ടാണ് ഡെയിലി റൗണ്ട്സിൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തത്? ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. For some years, the expectation has been that daily rounds will include a review of patient care, quality and safety indicators. അപ്പം കുറേ നാളുകളായിട്ട് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു? ഡെയിലി റൗണ്ട്സ് വിൽ ഇൻക്ലൂഡ് റിവ്യൂ ഓഫ് പേഷ്യൻറ്റ് കെയർ, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഡെയിലി റൗണ്ട്സിൽ പേഷ്യൻറ്റ് കെയർ, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തുമെന്നുള്ളതായിരുന്നു നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ്. ഫോർ ദ PSU ദീസ് ഇൻക്ലൂഡ്, അപ്പം PSUവിൽ ദീസ് ഇൻക്ലൂഡ് എന്താണ്? ദീസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡ് റിമൂവൽ ഓഫ്, അവിടെ PSUവിൽ എന്തൊക്കെയാണ് അവരുടെ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? റിമൂവൽ ഓഫ് കത്തീറ്റേഴ്സ് ദാറ്റ് ആർ നോ ലോങ്ങർ നീഡഡ്. ആവശ്യമില്ലാത്ത കത്തീറ്റേഴ്സിനെയൊക്കെ അവർ റിമൂവ് ചെയ്യുന്നു. Removal of the catheters that are no longer needed, the ordering of the interpreters where necessary, and the discontinuation of the unnecessary diagnostic test. ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു PSUവിൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ബിഫോർ ദ പ്രോജക്റ്റ് ബിഗാൻ ദർ വാസ് നോ ഡോക്യുമെൻറ്റേഷൻ ഫോർ എൻഷുറിംഗ് ദാറ്റ് ഓൾ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ക്വസ്റ്റ്യൻസ് വെയർ ആസ്ക്ഡ് ഫോർ എവരി പേഷ്യൻറ്റ് ഡെയിലി. അപ്പോൾ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ദർ വാസ് നോ ഡോക്യുമെൻറ്റേഷൻ ഫോർ എൻഷുറിംഗ് ദാറ്റ് ഓൾ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ക്വസ്റ്റ്യൻസ് വെയർ ആസ്ക്ഡ് ഫോർ എവരി പേഷ്യൻസ് ഡെയിലി. എല്ലാ പേഷ്യൻസിനോടും എല്ലാ ദിവസവും ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഇൻകോപ്പറേറ്റ് ദീസ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ ടു റൗണ്ട്സ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഡിസൈഡ് ചെയ്തു, ഈ നമ്മുടെ റൗണ്ട്സിൽ ഈ ബെസ്റ്റ് പ്രാക്ടീസ് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങളിതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യനും പാരഗ്രാഫും വായിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യത്തിലോട്ട് പോവുക. ഈ ഞാൻ പറയുന്ന കാര്യം കേൾക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ക്വസ്റ്റ്യനും പാരഗ്രാഫും ഒന്ന് വായിച്ചിട്ട് ആൻസർ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നു എന്ന് നോക്കുക. അല്ല എങ്കിൽ നമുക്കിതിന് എളുപ്പത്തിൽ എങ്ങനെ ഇതിനകത്തോട്ട് എത്താമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം എന്തായിരുന്നു എന്നാണ് അല്ലേ? ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവിടെ എപ്പോഴും നമുക്കറിയാം ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല അല്ലേ? അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പം പ്രോബ്ലം, ഡിഫിക്കൽട്ടി, ചാലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്തിനെയാണ്? ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുന്നത് എവിടെയാണെന്ന് കാണുമ്പോൾ അതൊന്ന് കെയർഫുള്ളായിട്ട് വായിക്കുക. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ്സ് അവിടെ പറയുന്നുണ്ടായിരിക്കും. അന്നേരം അതിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പാരഗ്രാഫിൽ ഒരു നെഗറ്റീവേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താവുന്നതാണ്. എന്തായിരുന്നു നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞ നെഗറ്റീവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ പറയുന്നത് എന്തായിരുന്നു? അവിടെ ഇതേ ഒരു കാര്യം പറഞ്ഞത്, ബിഫോർ ദ പ്രോജക്റ്റ് ബിഗാൻ, പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ദർ വാസ് നോ ഡോക്യുമെൻറ്റേഷൻ. അതൊരു നെഗറ്റീവ് അല്ലേ? നോ ഡോക്യുമെൻറ്റേഷൻ ഫോർ എൻഷുറിങ് ദാറ്റ് ഓൾ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ക്വസ്റ്റ്യൻസ് വെയർ ആസ്ക്ഡ്. ആസ്ക്ഡ് ഫോർ എവരി പേഷ്യൻ്റ് ഡെയിലി. എല്ലാ പേഷ്യൻസിനോടും എല്ലാ ദിവസവും ഈ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ക്വസ്റ്റ്യൻസിനെ പറ്റി ചോദിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ല എന്നുള്ളത് അവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നോ ഡോക്യുമെൻറ്റേഷൻ. ഇനി നമ്മളപ്പം ആൻസറും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ? ഡയറക്റ്റായിട്ട് അവർ പറയത്തില്ലായിരിക്കും, ചിലപ്പം ഇൻഡയറക്റ്റ് വേയിൽ അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്തിട്ടായിരിക്കും അത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ഓപ്ഷൻ നോക്കുക. ഇറ്റ് വാസ് എക്സ്റ്റെൻഡിങ് ദ ടൈം ദാറ്റ് വാസ് നീഡഡ് ടു കംപ്ലീറ്റ് ദം. അപ്പോൾ അവിടെ അങ്ങനെ പറയുന്നുണ്ടോ? the time extending the time
അതിനെ പ്രൊലോങ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വല്ലതും പറയുന്നുണ്ടോ? അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വാസ് നീഡഡ് ടു കംപ്ലീറ്റ് അത് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു എന്നെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി പറയുന്നത് എന്താണ്? ദെയർ വാസ് നോ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഫോർ ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. അതവിടെ പറഞ്ഞ് അല്ലേ, നോ ഡോക്യുമെൻറ്റേഷൻ, ഡീറ്റെയിൽഡ് റെക്കോർഡ്, നോ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡൊന്നും ഇല്ലായിരുന്നു, അതവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ബി ആണ്. സി പറയുന്നത് എന്താണ്? ദോസ് ചൂസൺ ഫോർ ദ PSU വെയർ ഡിഫിക്കൾട്ട് ടു ഇവാലുവേറ്റ് ചെയ്യാൻ ഡിഫിക്കൾട്ടായിരുന്നു എന്നെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പം നമുക്ക് സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഡി പറയുന്നു ദ വേ ദേ വെയർ റെക്കോർഡ് വാസ് ഔട്ട് ഓഫ് ഡേറ്റ്. അതും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ്. ദെയർ വാസ് നോ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, എന്തായിരുന്നു അവിടുത്തെ പ്രോബ്ലം അല്ലെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ചലഞ്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ പാരഗ്രാഫിൽ പറയുന്ന നെഗറ്റീവ് കാര്യം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനെ എങ്ങനെയാണോ നമ്മുടെ ഓപ്ഷനിൽ പാരാഫ്രൈസ് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കുക. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും കൂടാതെ നിങ്ങളുടെ ആൻസർ ഈസി ആയിട്ട് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.